ഫ്രണ്ട്സ് നമുക്കൊന്ന് മൂന്നാറിലെ ലക്ഷ്മി സ്റ്റേറ്റിലെ പൊളി കാഴ്ചകളൊന്ന് കണ്ടാലാ. ആ ഭാഗത്തുള്ള നമ്മുടെ കേരളത്തിലെ ന്യൂയോർക്കിന്റെ റോഡ് കണ്ടീഷനും കൂടി ഒന്ന് കണ്ടാലോ. നമ്മുടെ കേരളത്തിലെ ന്യൂയോർക്ക് മോഡൽ റോഡ് കണ്ടീഷൻ അറിയത്തില്ല. ഓക്കെ, എന്തായാലും കണ്ടിട്ട് നല്ല പഴക്കമുള്ള കല്ലറയാണ്. ഏത് കാലത്താണ് ഓക്കെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ചിത്രപുരം മൂന്നാറാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ചിത്രപുരത്തിൽ നിന്ന് നേരെ എന്ന് പറഞ്ഞാൽ മൂന്നാറിൽ ലക്ഷ്മി സ്റ്റേ ഭാഗത്തോട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോ മധ്യത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല. പിന്നെ ഈ ഭാഗത്തൊരു കിടിലായിട്ട് ഒരു പൂവ് ഉണ്ടായിരുന്നു, മഞ്ഞ കളറുള്ള. ആക്ച്വലി ഏതാ പൂവിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല, നമ്മുടെ പ്രീവിയസ് എപ്പിസോഡിൽ കാണുന്നതാണ്. അപ്പം നമ്മളിതാ മൂന്നാറിലേക്ക് ലക്ഷ്യം വെച്ച് പോവുകയാണ് കേട്ടോ. ആക്ച്വലി ഇവിടെയൊക്കെ ഒത്തിരി മഞ്ഞപ്പൂക്കൾ കാണാൻ പറ്റുന്നുണ്ട്. ഏതാണ് ആ പൂവ് എന്നുള്ളത് യാതൊരു ഐഡിയയും ഇല്ല. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. നല്ല പൊളി കാഴ്ചയാണ് നമുക്ക് പൂവിൽ നിന്ന് കിട്ടും. നല്ല ഭംഗിയാണ്. പിന്നെ നേരെ കാണാൻ മലയുടെ വ്യൂവും അടിപൊളി തന്നെയാണ്. ഈ ഭാഗത്തൊക്കെ കുറച്ച് ഒത്തിരി കടകൾ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് മൂന്നാർ റോഡിലൂടെ ട്രാവൽ ചെയ്യാനാണ്. ഇവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററോളം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട് നമ്മുടെ ഈ പറഞ്ഞ മൂന്നാർ ടൗണിലേക്ക് എത്താനായിട്ട്. എന്തായാലും നമ്മളത് ഫുള്ളി ഷൂട്ട് ചെയ്യുന്നില്ല. എന്തായാലും ഈ റോഡ് പൊളിയാണ്. ലെഫ്റ്റ് സൈഡിലെ തേയിലത്തോട്ടവും പിന്നെ റൈറ്റ് സൈഡിലേക്കുള്ള വ്യൂ അടിപൊളി തന്നെയായിരുന്നു. ആ താഴത്താണ് നമ്മൾ നേരത്തെ കണ്ട റിസോർട്ട് ഉള്ളത്. പക്ഷെ നമ്മുടെ ക്യാമറയിൽ അത് വിസിബിൾ ആകുന്നുമില്ല. എന്തായാലും അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് റൈഡ്. ഇവിടുത്തെ റോഡൊക്കെ നല്ല അടിപൊളി കണ്ടീഷനാണ്. പിന്നെ എത്ര നാൾ ഈ റോഡ് നിൽക്കുമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഒരു മഴ വന്നിട്ടുണ്ടെങ്കിൽ റോഡ് ഇനി പോകില്ല എന്നുള്ളത് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. എന്തായാലും ആ മലകളിൽ കാണുന്ന വ്യൂ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. നല്ല കലക്കം വ്യൂ ആണ് റൈറ്റ് സൈഡ് നമുക്ക് കിട്ടുന്നത്. ഈ ഭാഗത്തൊക്കെ കോട നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊരു വിസിബിളും കിട്ടത്തില്ല. പക്ഷെ നമ്മൾ സമയത്ത് യാതൊരു കോടയും ഒന്നും കണ്ടില്ലായിരുന്നു. അങ്ങനെ നമ്മളിതാ മൂന്നാർ ടൗണിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ലൊരു അടിപൊളി നമ്മുടെ ഇടുക്കി ഡാമിൻ്റെ ഒരു വ്യൂ കിട്ടുന്ന ഒരു ഏരിയ ഈ ഭാഗത്തുണ്ട്. എന്തായാലും നമ്മുടെ കയ്യിലുള്ള ഗോപ്പർ ആയതുകൊണ്ട് നമുക്ക് ആ ഷൂട്ട് ചെയ്താണെങ്കിൽ അതൊന്നും ക്ലിയർ ആകാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ നിന്നില്ല. എന്തായാലും ഭാവിയിൽ നമ്മളൊരു നല്ല ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പം നമ്മളിതാ മൂന്നാർ ടൗൺ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളിതാ മൂന്നാർ ടൗൺ എത്തിയിരിക്കുന്നു. ആക്ച്വലി ഇവിടെ നിന്ന് നമ്മൾ ഇനി പോകാൻ പോകുന്നത് ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 9 കിലോമീറ്ററുണ്ട് ലക്ഷ്മി എസ്റ്റേറ്റോട് ദൂരം. അപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് എടുത്ത് വേണം നമ്മൾ ഈ ലക്ഷ്മി എസ്റ്റേറ്റോട് പോകാനായിട്ട്. അപ്പം നമ്മൾ ആ ലെഫ്റ്റ് എടുത്ത് നേരെ ലക്ഷ്മി എസ്റ്റേറ്റോട് പോവുകയാണ്. എന്താ പൊന്നു മച്ചാന്മാരെ, ഒരു രക്ഷയില്ല. കാണാനായിട്ട് എന്ത് രസമെന്നറിയോ ഈ റൂട്ട്. നല്ല പൊളി എന്ന് പറഞ്ഞാൽ നല്ല പൊളി റൂട്ടാണ്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് ലക്ഷ്യം വെച്ച് നീങ്ങണം. ആക്ച്വലി ഇവിടെ ഒരു 9 കിലോമീറ്ററോളം നമുക്ക് ട്രാവൽ ചെയ്യാണ്ട് ലക്ഷ്മി എസ്റ്റേറ്റിൽ എത്താനായിട്ട്. ആക്ച്വലി ഇത് പണ്ടത്തെ രാജപാതയുടെ ഒരു ഭാഗമായിരുന്നു. ഇപ്പം നമ്മുടെ ആനക്കുളം വരുന്ന ഇവിടെ നിന്ന് നമുക്ക് നേരെ ആനക്കുളം മാങ്കുളം വരും. നമുക്ക് നേരെ നമ്മളുടെ പെരുമ്പക്കുത്ത് വാട്ടർഫോളിൽ നിന്ന് നേരെ നമുക്ക് നമ്മുടെ ഓൾഡ് മൂന്നാർ റോഡിലൂടെ നമുക്ക് മലയോര ഹൈവേ വരെ നമുക്ക് മാമലക്കണ്ടം സ്കൂളിൽ അങ്ങോട്ട് പോകാമെന്നാണ്. 24 കിലോമീറ്റർ കാട്ടിലൂടെ. ആക്ച്വലി ഇതാണ് നമ്മുടെ കൊച്ചിയിലേക്ക് എത്താനുള്ള ഷോർട്ട് കട്ട് വേ. എന്തായാലും നമ്മൾ പോകുന്നത് കുത്തനെ വളവന്തിയിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്ന ഒരു കിടിലൻ റോഡാണ്. പക്ഷെ റോഡ് കണ്ടീഷൻ കുറച്ച് മോശമാണ് ഈ ഭാഗത്തുള്ളത്. അത്ര നല്ല കണ്ടീഷനൊന്നുമല്ല. പക്ഷെ നല്ല സീനറി വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. അടിപൊളിയാണ് ഈ റൂട്ട്. നമുക്ക് ഇതിലെ പോകുമ്പോൾ പറ്റുകയാണെങ്കിൽ നമുക്ക് യാതൊരു ട്രാഫിക് ഇഷ്യൂ ഒന്നുമില്ല. കൂടുതൽ ആൾക്കാർ ഇതിലെ പോകത്തില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമ്മുടെ കൊച്ചിയിൽ നിന്ന് നമ്മുടെ മൂന്നാറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ അതിലേ പോകുന്നില്ല, കാരണം ഓൾമോസ്റ്റ് ലേറ്റായി. എന്തായാലും മിക്കവാറും നമ്മുടെ ചെക്ക് പോസ്റ്റിൽ നമ്മൾ അങ്ങനെ കടത്തിടാൻ ചാൻസ് ഇല്ല. അപ്പം നമുക്ക് ഈ ലക്ഷ്മി എസ്റ്റേറ്റിലെ പൊളി കാഴ്ച കാണാം. എന്തായാലും ഇവിടുത്തെ കാട് ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവലാണ്. പക്ഷെ റോഡ് കണ്ടോ, നമ്മുടെ കേരളത്തിലെ ഒരു നല്ലൊരു ഭാഗം റോഡ് ഇങ്ങനെ തന്നെയാണ് കേട്ടോ. ആക്ച്വലി റോഡൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ടാർ ചെയ്തുവാണെങ്കിൽ ഇവിടെയൊക്കെ ടൂറിസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ സർക്കാർ തന്നെ എന്തോരം വരുമാനം കിട്ടും. ഈ ഭാഗത്തുള്ള ആൾക്കാർക്ക് നല്ല കച്ചവടവും കിട്ടും. ആരോട് പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. എന്തായാലും നമുക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയും പിന്നെ ഈ കാടിൻ്റെ ഭംഗിയും ആസ്വദിച്ച് അങ്ങോട്ട് പോവാം. അമ്പോ ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവൽ. അപ്പം നമ്മളൊരു നല്ലൊരു കിടിലൻ സ്പോട്ടിലൊന്ന് വണ്ടി നിർത്തിയായിരുന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ ഒരു പൊളിക്കാഴ്ച കാണാം. വേണ്ട ഒറ്റ വണ്ടികളും കാണുന്നില്ല ഈ ഭാഗത്തിലൂടെ, വളരെ അപൂർവം മാത്രമേ കാണുന്നുള്ളൂ. എന്തായാലും അത് വേറെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഇങ്ങനത്തെ സ്പോട്ടാണ് ഇഷ്ടം, കാരണം നമുക്ക് സൈലൻ്റ് ആയിട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആകും. ട്രാഫിക്കും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒത്തിരി നമ്മുടെ എഫേർട്ട് വേസ്റ്റ് ആകുമായിരുന്നു. എന്തായാലും നമ്മൾ പോകുന്ന റോഡിൽ വളരെ നല്ല ശാന്തമായിരുന്നു. ശരിക്കും ഒരു സൈലൻ്റ് ഏരിയ ആയിരുന്നു. എന്തായാലും റൂട്ട് കൊള്ളാം, അടിപൊളിയാണ്. പക്ഷേ റോഡ് വളരെ വളരെ മോശമാണ്. എന്താണെന്നറിയില്ല, നമ്മുടെ കേരളത്തിൽ കൂടെ എവിടെ പോയാലും റോഡ് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ചില ആൾക്കാർ തള്ളാറുണ്ട് നമ്മുടെ കേരളത്തിലെ റോഡ്
ന്യൂയോർക്കിലേക്കാട് സെറ്റപ്പാണെന്നുള്ളത്. അത് മാത്രം നമുക്ക് മനസ്സിലാവുന്നില്ല എന്താ സംഭവം എന്നുള്ളത്. അങ്ങനെ നമ്മളിതാ ലക്ഷ്മി എസ്റ്റേറ്റിലെ ഭംഗി ഞങ്ങൾ ആസ്വദിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല, വേറെ ലെവൽ. ആക്ച്വലി നമുക്ക് ഈ റോഡിലൂടെ നമുക്ക് മാങ്കുളം പോകാം, ആനക്കുളം പോകാം, അതുപോലെ തന്നെ നമ്മളുടെ പെരുമ്പങ്കുത്ത് ഫോൾസിലോട്ട്, പിന്നെ നമ്മളുടെ ഓൾഡ് മൂന്നാർ റോഡിലൂടെ കുറച്ച് ഒരു 7 കിലോമീറ്റർ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ മലയോര ഹൈവേ കുരുത്തിക്കുടി ട്രൈബൽസ് കോളനി, പിന്നെ ആ കാട്ടിലൂടെ നമുക്ക് നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മാമലക്കണ്ടം ഭാഗത്തേക്ക് എത്തിച്ചേരാന്നാണ്. 24 കിലോമീറ്റർ. അത് സൂപ്പർ റൂട്ടാണ്. ആക്ച്വലി നമ്മൾ അതിൻ്റെ വീട് നേരത്തെ ചെയ്തിട്ടുണ്ട്, ഒന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഈ ലക്ഷ്മി എസ്റ്റേറ്റിലെ കാഴ്ചയും കണ്ടാൽ എൻജോയ് ചെയ്യാം. എൻ്റെ അമ്മോ അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. നല്ല സൈലൻറ്റ് വേ, യാതൊരു ട്രാഫിക് ഇഷ്യൂവും ഒന്നുമില്ല. സൂപ്പറായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ലെഫ്റ്റ് സൈഡിലെ വ്യൂവും റൈറ്റ് സൈഡിലെ വ്യൂവും പൊളിയാണ്. ആക്ച്വലി ഇപ്പോൾ വേണ്ടത് ഒരു 360 ഡിഗ്രി ക്യാമറയായിരുന്നു, എങ്കിൽ ഇത് പൊളിച്ചാനായിരുന്നു. പക്ഷെ നമ്മുടെ ക്യാമറക്ക് ഒരു പരിധി ഉണ്ട് മൊത്തം ഷൂട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളുടെ മുമ്പിൽ കുറച്ച് വണ്ടികൾ കണ്ടായിരുന്നു. എന്തായാലും നമ്മളീ പോകുന്ന റോഡ് സത്യത്തിൽ നല്ല സൈക്കിൾ അലൈൻമെൻറ്റും പാരലാണ്. ഇത്രയും ദൂരം വന്നിട്ട് ഒരു നമുക്ക് വലിയ ക്ഷീണമോട്ടായിരുന്നു തോന്നുന്നു. പക്ഷേ ഈ ഭാഗത്ത് നല്ല രീതിയിലുള്ള തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചില ഭാഗത്തൊന്നും റേഞ്ച് ഇല്ല കേട്ടോ, ചില ഭാഗത്ത് റേഞ്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുത്തു, റൈറ്റ് എങ്ങാടാ പോകേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ലെഫ്റ്റ് എടുത്ത് നമ്മൾ നേരെ നീങ്ങുകയാണ്. ആക്ച്വലി കാണുന്ന മൊത്തമൊക്കെ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഒരു ഭാഗങ്ങളാണ്. ഇവിടെ നിന്ന് കുറേ ഉണ്ട് കേട്ടോ, അങ്ങോട്ട് കുറേ എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ട്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് എൻ്റെ അമ്മോ. പക്ഷെ ആക്ച്വലി നമ്മുടെ മാത്തുപ്പെട്ടി മൂന്നാർ ഭാഗത്തോട്ട് പോകുമ്പോഴത്തേന് ഇത്രയും നമുക്ക് ഭംഗി നമുക്ക് കിട്ടുന്നില്ല. കാരണം എനിക്ക് തോന്നുന്നു അത് വേസ്റ്റ് ഇട്ടാൽ ഇവിടെ നല്ല നല്ല ക്ലിയർ ആയിരുന്നു. ഇനി പഴയ പോലെ ആവുകയുള്ളൂ കണ്ടറിയാം. അപ്പോൾ നമ്മളുടെ നേരെ കാണുന്ന വ്യൂ നോക്കിയേ, പൊളിയല്ലേ. ഇവിടെ ചില ഭാഗത്തൊക്കെ കുറച്ച് വീടുകൾ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ താമസിക്കുന്നതായിരിക്കാം. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. റോഡ് കണ്ടീഷനൊന്നും സെറ്റപ്പ് ആക്കുകയാണെങ്കിൽ ഇത് ശരിക്കും നല്ല അടിപൊളി റൂട്ടായിരിക്കും നമ്മുടെ കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്ക് എത്താനായിട്ട്. ഇപ്പം എനിക്കറിയത്തില്ല മറ്റേ മലയോര ഹൈവേ ക്ലോസ് ചെയ്തില്ല എന്നുള്ളത്. എന്തായാലും നമ്മൾ അതിലെ പോയായിരുന്നു, അത് അടിപൊളി തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു ആ റൂട്ട്. അത് നേരെ കാണുന്ന വ്യൂ അടിപൊളിയാണേ, ഒരു രക്ഷയില്ല. ആ മരത്തിൻ്റെ വ്യൂ തന്നെ നോക്കിയേ, പൊളിയല്ലേ. ശരിക്കും ഒരു പടം വായിച്ച ഫീലാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. നമ്മുടെ ക്യാമറ കൂടി കാണുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണുകൊണ്ട് കാണും. പിന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന അത്രയും ഭംഗി നമ്മുടെ ക്യാമറയിൽ അത് കിട്ടുന്നില്ല. എന്താ കുട്ടൻസത്ത് പഠിച്ചാൽ ഒന്ന് കൂടിയ ക്യാമറ എല്ലാം മേടിക്കും ആക്ച്വലി അതിന് ശരിക്കുള്ള ഭംഗി നമുക്ക് പകർത്താനായിട്ട്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് പ്രത്യേകിച്ചാണെങ്കിൽ ചില ഭാഗത്ത് നല്ല തണുപ്പുണ്ട്, ചില ഭാഗത്ത് തണുപ്പില്ല. കുറച്ചങ്ങോട്ട് നീങ്ങുമ്പോൾ തണുപ്പ് കൂടും, കുറച്ചിങ്ങോട്ട് മാറുമ്പോൾ തണുപ്പ് ഒട്ടും ഉണ്ടാകത്തില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഒരു അടിപൊളി വ്യൂ ഒക്കെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്തായാലും മാക്സിമം നമുക്ക് കണ്ടത് കൂടുതലും തേയിലത്തോട്ടം തന്നെയാണ്. വേറെ കൃഷിയൊന്നും നമുക്ക് അറിയത്തില്ല. എന്തായാലും ഉള്ളിലോട്ടൊന്നും പോകുന്നില്ല, കാരണം നമുക്ക് വഴി അത്രയ്ക്ക് വലിയ വശമില്ലതുകൊണ്ട് നമ്മൾ ജസ്റ്റ് റോഡ് കൊടുത്തു. അപ്പോൾ തേയില കൊണ്ടുപോയ വണ്ടി കണ്ടായിരുന്നു. അപ്പം നമ്മളൊരു തേയിലത്തോട്ടം കൊണ്ടുപോയ ഒരു വണ്ടി ഉണ്ടായിരുന്നു. ആക്ച്വലി നല്ല അടിച്ച് പറന്നാണ് പോയിട്ടുണ്ടായിരുന്നു. നമുക്കത് ഡ്രൈവറിനോട് എക്സ്പെർട്ടൊന്നും ഇല്ല. അപ്പം നമ്മളത് വീണ്ടും ലക്ഷ്യം വെച്ച് അങ്ങനെ നീങ്ങുകയുണ്ടോ. ആക്ച്വലി ഇവിടെ നമ്മൾ എന്തോരം പോകുമോ എന്നൊന്നും യാതൊരു ഐഡിയയും ഇല്ല. എന്തോരം വരെ പോകാൻ പറ്റുമോ എന്ന് നമുക്ക് അറിയത്തില്ല. ജസ്റ്റ് അങ്ങോട്ട് പോകണം, അത്രയും നമ്മൾ പോവുകയാണ്. പക്ഷേ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗി നമ്മൾ വീണ്ടും വീണ്ടും അവിടെ അട്രാക്ട് ചെയ്യണം, കാരണം ഒന്നും പോകാനേ തോന്നുന്നില്ല. അടിപൊളിയാണ്. പിന്നെ ഇവിടെ ചില ഭാഗത്തൊന്നും യാതൊരു റേഞ്ചുമില്ല. ചില ഏരിയയിൽ കുറച്ച് റേഞ്ച് ഉണ്ടായിരുന്നു. ജിയോ സിമ്മിനും എയർടെൽ സിമ്മിനും റേഞ്ച് ഇല്ല. ചില ഭാഗത്തുണ്ട് കേട്ടോ, പക്ഷേ എയർടെലിന് റേഞ്ചേ ഇല്ല. അങ്ങനെ നമ്മളിതാ ലക്ഷ്യം വെച്ച് ഓൾമോസ്റ്റ് നല്ല ലോങ് എത്തിയിട്ടുണ്ട്. എന്തായാലും നമ്മളുടെ ഈ പാർട്ട് ഈ സീരീസിൻ്റെ ഈ വീഡിയോ നമ്മൾ അവസാനിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് എപ്പിസോഡാണ് നമ്മളുടെ ഈ മൂന്നാർ റൈഡിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ താഴത്തേക്ക് പോയി ആ മുകളിലേക്കുള്ള എങ്ങാടാന്നൊരു ഐഡിയയും ഇല്ല. പിന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുന്ന വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളിയാണ്. ആക്ച്വലി ആ ഭാഗത്ത് കുറച്ച് നല്ല കൊടും വനമാണ് എന്ന് തോന്നുന്നു. എങ്ങാടെ നമുക്കറിയാം, നല്ല കൊടും വനം തന്നെയാണ് ആ ഭാഗത്തുള്ളത്. ഈ ഭാഗത്തോട്ടൊക്കെ കാട്ടുമരങ്ങൾ ഇറങ്ങില്ല എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും ആനിമൽ ക്രോസിംഗ് സോൺ തന്നെ ആയിരിക്കണം. കണ്ടോ ആ ഭാഗത്തെ വീടുകളാണ് പൊളി, നല്ല അടിപൊളി. ഇത് മിക്കവാറും നമ്മുടെ ഈ എന്താണ് നമ്മുടെ തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ വർക്കേഴ്സിൻ്റെ സ്റ്റേ ആയിരിക്കണം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നീങ്ങി എവിടെയൊക്കെ എത്തി. എന്തായാലും ലക്ഷ്മി എസ്റ്റേറ്റ് തന്നെയാണ് മൊത്തം. ആക്ച്വലി റേഞ്ച് എന്തായാലും നമുക്ക് സ്ഥലം കറക്റ്റായിട്ട് പറയാമായിരുന്നു. എന്തായാലും ലക്ഷ്മി എസ്റ്റേറ്റ് നോക്കാൻ എനിക്ക് അറിയത്തുള്ളൂ. പക്ഷെ അടിപൊളി റൂട്ടാണ്, ഒരു പൊളി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ തന്നെ, ഒന്നും പറയാനില്ല. എന്തായാലും മൂന്നാറിലേക്ക് ഈ റോഡ് നമ്മുടെ കൊച്ചിയിലേക്ക് സെറ്റപ്പ് ആയിട്ടുണ്ടെങ്കിൽ പൊളിയായിരിക്കും. കാരണം നമുക്ക് നല്ലപോലെ ദൂരം കുറയുകയും ചെയ്യും.
നമ്മുടെ കോതമംഗലം കറങ്ങി പോകുമ്പോഴത്തേനും നമുക്ക് ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള ഡിസ്റ്റൻസ് പോകും. പക്ഷേ ഈ റോഡ് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചി ടു മൂന്നാർ ഈസിയസ്റ്റ് വേ ആകും. അതുപോലെ തന്നെ നമ്മുടെ ഭൂതത്താൻകെട്ടുന്ന തുണ്ടം വരിയും കൂടി ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ദൂരം പിന്നെയും കുറയും. പിന്നെയും ഒരു 10-20 കിലോമീറ്ററോളം പിന്നെയും കുറഞ്ഞും കിട്ടും. എന്തായാലും ഇതൊക്കെ ഭാവിയിൽ ഓപ്പൺ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിതാ നീങ്ങി ഓൾമോസ്റ്റ് നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്താറായിട്ടുണ്ട്. നമ്മളെന്തായാലും എവിടെയും വരെ പോകുന്നുള്ളത് നമുക്കൊരു യാതൊരു ഐഡിയയും ഇല്ല. പക്ഷേ ഈ റോഡ് അങ്ങോട്ട് പോകേണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാനും തോന്നുന്നില്ല. അങ്ങനത്തെ റോഡ്. എന്തായാലും തേയിലത്തോട്ടം പൊളി തന്നെ കേട്ടോ, ഒരു രക്ഷയില്ല. അങ്ങനെ നമ്മളൊരു സ്പോട്ടിൽ കണ്ടായിരുന്നു. ഇത് പണ്ട് കാലത്ത് ബ്രിട്ടീഷുകാരുടെ എല്ലാവരും തോന്നുന്നുണ്ടോ? ഓക്കെ, ഇവിടെ ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. ഇപ്പോൾ 1-2 കാണണ്ട, എത്ര എല്ലാവരും അറിയത്തില്ല. എന്നാലും ഒരു വെറൈറ്റി അനുഭവമായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ള ലക്ഷ്മി സ്റ്റേറ്റിൻ്റെ ഭാഗത്താണ്. അപ്പോൾ അട്ടക്കുട്ടന്മാരുണ്ടോയെന്ന് അറിയത്തില്ല. ഓക്കെ, എന്തായാലും കണ്ടിട്ട് നല്ല പഴക്കമുള്ള കല്ലറയാണ്. ഏത് കാലത്താണെന്ന് യാതൊരു ഐഡിയയും ഇല്ല. നീ പറഞ്ഞോലെ ക്യാഷ് കുറച്ച് ഷോർട്ടാണ്, കാര്യം മാസം അറിയാലോ. അപ്പോൾ ടൈം റൈഡർ സുജിത്ത് മൂന്നാർ ലക്ഷ്മി എസ്റ്റിൽ നിന്ന് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആകാറായി. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ സീരീസ് വെച്ച് കംപ്ലീറ്റ് ആയ. ഇനി നമ്മുടെ അടുത്ത സീരീസ് ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഫോർവേഡ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.